ഹലോ ഗൈസ്, വാട്ട്സ് അപ്പ്? വെൽക്കം ടു അനദർ വീഡിയോ ബൈ ബൈസേ. അപ്പോൾ നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫെജോയുടെ ഹൈപ്പ് കയറി, പ്രൊഡ്യൂസ് ബൈ ഫർസിയാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഞാനിതുവരെ ഈ ട്രാക്ക് കേട്ടിട്ടില്ല. ബ്രേക്ക് ഡൗൺ അല്ല, റിയാക്ഷനാണ്. ഫെജോ ആയതുകൊണ്ട് കാര്യങ്ങൾ വെട്ടിയും തെറിച്ചും നേരിട്ട് പറയും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റത്തെ ഇതിൽ തന്നെ എത്രത്തോളം നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഞാനേതെങ്കിലും വിട്ടുപോയാലേ നിങ്ങൾ താഴെ പറയാം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് മുന്നോട്ട് പോവാം. ലെറ്റ്സ് ഗോ. ഫെജോ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളത് ആരാ? റാപ്പ് വോക്കൽസ്, ലിറിക് കമ്പോസിഷൻ ഫെജോ, ബീറ്റ് പ്രൊഡക്ഷൻ ആൻഡ് മിക്സ് മാസ്റ്റർ ബൈ ഫസി ആൻഡ് വീഡിയോ ആൻഡ് പോസ്റ്റർ ബൈ സോൾമാൻ. ഇഷ്ടപ്പെട്ടു ആ പേര്. കവർ ആർട്ട് മാർക്കോണി, തംബ്നെയില് കിനോ. താങ്ക്സ് നിർമ്മൽ ജിൽസൺ ആൻഡ് ലിറിക്സ് ട്രാൻസ്ലേഷൻ ഫെജോ. ലെറ്റ്സ് ഗോ. അപ്പോൾ ബാക്കി നമുക്ക് കേട്ടിട്ട് പറയാം. ഹൈപ്പ് കയറി. അവിടെ അമ്പെയ്ത്തു അടിയാന്റെ കാലുവാരലിടി മിന്നലകം വടിയാല പണിയിച്ചിറക്കും തങ്ക കമ്മലിന്റെ തിളക്കത്തിൽ വരുന്ന വചന മുത്തുമാല. എന്റെ വാക്കില് വസന്തം പറക്കും മലർക്കിളികൾ, നാക്കില് മരന്തം റാപ്പിനല്ല എലികൾ. ജയിച്ചു വരുമ്പോ നോക്ക് കേൾത്തുന്നവരുടെ മുഖത്ത് നിന്നുമായുന്നു വിളികൾ. ജയിച്ചു വരുമ്പോൾ നമ്മളെ പണ്ട് പുറ്റിച്ചവരുടെ മുഖത്തുനിന്ന് മായുന്നു ഇളികൾ. ദാറ്റ്സ് എ ഫാക്ട് ബ്രോ. നമ്മൾ എത്രത്തോളം രക്ഷപ്പെടുന്നുണ്ടോ അത്രത്തോളം ചിലപ്പോൾ അവർക്ക് നമ്മളോട് സംസാരിക്കുമ്പോഴും അവർക്ക് നമ്മളോടുള്ളതൊക്കെ ഇങ്ങനെ കുറഞ്ഞു തുടങ്ങും. ദാറ്റ്സ് എ ഫ്രിക്കിംഗ് ഫാക്ട്. വസന്തം പറക്കും മലർക്കിളികൾ, നാക്കില് മരന്തം റാപ്പിനല്ല എലികൾ. ജയിച്ചു വരുമ്പോ നോക്ക് കേൾത്തുന്നവരുടെ മുഖത്ത് നിന്നുമായുന്നു വിളികൾ. യാതനയെ പഴിക്കാതെ ദണ്ണപ്പെട്ടിട്ടുണ്ട്, വിളിക്കാത്ത കല്യാണത്തിന് എന്നെ മുണ്ടിട്ടുണ്ട്. അമ്മ ബാക്കി വന്ന പറ്റിനെണ്ണം ഇട്ടിട്ടുണ്ട്, അന്ന് മേലെ താരങ്ങളെ എല്ലാം മുന്നമിട്ടിട്ടുണ്ട്. ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ അന്നൊക്കെ കുറേ കഷ്ടപ്പെട്ടപ്പോഴും കുറേ ആളുകളുടെ ബാക്കിൽ ഞാൻ പല അവസരങ്ങളും ചോദിച്ചിട്ട് ചെന്നിട്ടുണ്ട്. എനിക്ക് കുറേ ഇത് ഇന്നൊന്നിലുണ്ടായി പൊട്ടി മുളച്ചുണ്ടാക്കിയ എൻ്റെ സക്സസ് ഒന്നുമല്ല. ഞാൻ കുറേ കഷ്ടപ്പെട്ടു, കുറേ ആളുകളുടെ ബാക്കിൽ പോയി. അവർ വിളിക്കാഞ്ഞിട്ട് ഞാൻ അവരുടെ കൂടെ പോയിട്ട് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്തിട്ട്, അതായത് അപ്പോഴൊക്കെ മേലെയുള്ള താരങ്ങളെ ഞാൻ ഉന്നമിട്ടിട്ടുണ്ട്. മൈ ഗോൾ വാസ് വൺ തിങ് ബ്രോ. അമ്മ ബാക്കി വന്ന പറ്റിനെണ്ണം ഇട്ടിട്ടുണ്ട്, അന്ന് മേലെ താരങ്ങളെ എല്ലാം മുന്നമിട്ടിട്ടുണ്ട്. വാശിയോടെ ആശ നിറവേറ്റി പലതരം വികാര തള്ളിച്ചകൾക്കില്ല ജ്വരം. ഒരു തരം രണ്ടു തരം നല്ല വില ഫെജോവത്തിലെല്ലാം ഉറപ്പിച്ച 3 തരം. ഞാൻ അണിയിച്ചൊരുക്കും പദസമ്പത്തിന്റെ കലവറ, റാപ്പ് കൊട്ടാരം എന്റെ വായവി നിലവറ. സ്നേഹം കൊതിക്കും ഹൃദയത്തിനെന്റെ 4 നിലനിൽപ്പിന്റെ അന്നം നീ തരുന്നുണ്ടല്ലോ അത് പറ. കൂനയിലെ മാണിക്യമിനം ആരൊപ്പമില്ലെങ്കിലും വരുമൊരു ദിനം. ആയുധമെടുത്ത ഞാൻ തുടങ്ങുന്നു വേണമേ. ഹൈപ്പ് കേറി ആയുധമെടുത്ത ഞാൻ തുടങ്ങുന്നിരണമേ. ആയുധം മെടട്ടാറുണ്ട്. വൃത്തിയാണ് സൈഡിൽ വന്നിട്ടുള്ളത്, വൃത്തിയാണിത്. കാലിന്റെ കൂനയിലെ മാണിക്യമിനം ആരൊപ്പമില്ലെങ്കിലും വരുമൊരു ദിനം. ആയുധമെടുത്ത ഞാൻ തുടങ്ങുന്നു വേണമേ. ഹൈപ്പ് കേറി കൊട്ടാരമൊത്ത നടുക്കിരിപ്പിടം. കലക്കൻ ചെങ്കോല് പിടിച്ചതിലിരിക്കണം. എതിരാളി മുന്നേ പത്തി വീശി ചീറ്റുന്നു വേണമേ. ഹൈപ്പ് കേറി കലക്ക വെള്ളം ഒഴുകും മോണയിൽ നിന്ന് മിനറൽ വാട്ടർ അടിക്കും പുള്ളുവരെ. കരിക്കട്ട പേനയാക്കിയോന്റെ കൈ പിടിച്ച് സ്റ്റാർട്ടഡ് ഫ്രം ദ ബോട്ടം നൗ വി ഹിയറിന് ഇത്രയും നന്നായിട്ട് മലയാളം പറയാൻ പറ്റില്ല. കലക്ക വെള്ളം ഓടുന്ന ഓടയിൽ നിന്ന് മിനറൽ വാട്ടർ ഒഴുകും പൂള് വരെ. സോ അങ്ങേ തട്ടുന്ന് ഇവിടെ വരെ ഞാൻ ഗ്രോ ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റാർട്ട് ഫ്രം ദ ബോട്ടം നൗ വി ഹിയർ എന്ന് പറയില്ലേ, അതിൻ്റെ മലയാള സാധനം. ലെറ്റ്സ് ഗോ. ഒന്നുകൂടെ എനിക്ക് ആ സാധനം ഇഷ്ടപ്പെട്ടിട്ടാ. വെള്ളം ഒഴുകും മോണയിൽ നിന്ന് മിനറൽ വാട്ടർ അടിക്കും പുള്ളുവരെ. കരിക്കട്ട പേനയാക്കിയോന്റെ കൈ പിടിച്ച് കുടിൽ മുതലാക്കങ്ങ് സ്കൂള് വരെ. ഉച്ചമാറി ഇരുട്ടാളുന്ന നൈറ്റ്, നേർച്ച കോഴി മുറ്റുവേവുന്ന ടൈപ്പ. മധുരത്തെ രമിച്ച് സുഖിച്ച് നീ കിടന്നപ്പോ ഞാൻ കുടിച്ച കണ്ണീരിന് പാവക്ക കൈപ്പ. കൈ പൊള്ളിയാലും ചുടുചോറെന്നെ മതി, അണ്ണൻ ചത്താലും കണ്ണീരണ്ട മതി. തൊണ്ട കെട്ടിയാലും അവന് 100 മതി, വേറെ ആരും വേണ്ട ഒപ്പം കൂറുള്ളോ മതി. ഹെയ്റ്റടിച്ചവന്മാരെല്ലാം എന്റെ തോളില് കൈയിടാൻ കൈകൂപ്പി ക്യൂ നിൽക്കുക. വെറുപ്പില്ല എങ്കിലും നീ 8 അടി മാറിപ്പോ, ഫാൻസിന് കൊടുക്കാൻ ഞാൻ പൂ വിൽക്കുക. ബ്രോ
ബ്രോ കെട്ടിയാലും അവന് 100 എന്നെ മതി, വേറെ ആരും വേണ്ട. ഏതാടാ ഹെയ്റ്റ് അടിച്ചവന്മാരെല്ലാം എന്റെ തോളില് കൈയിടാൻ കൈകൂപ്പി ക്യൂ നിൽക്കുക. ഉറപ്പില്ല എങ്കിലും നീ 8 അടി മാറിപ്പോ, ഫാൻസിന് കൊടുക്കാൻ ഞാൻ പൂ വിൽക്കുക. നമ്മ മിന്നും താരം വിരോധി ഉണക്കച്ചാരം, നിന്റെ ശാപവാക്കെല്ലാം മുക്കു പണ്ടം. ഇപ്പൊ സ്റ്റേജിൽ ഞാൻ കേറണേ വെക്ക് രൊക്കം പണം ഇല്ല, കടം റൂമിൽ വെച്ചോ വേണ്ട തരാം എന്റെ പടം 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 കുനയിലെ മാണിക്യമിനം. ആരൊപ്പമില്ലെങ്കിലും വരുമൊരു ദിനം. ആയുധം എടുത്ത ഞാൻ തുടങ്ങുന്നു ഹൈപ്പ് 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 കേറി കനക കൊട്ടാര മൊത്തം നടുക്കിരിപ്പിടം. കലക്കൻ ചെങ്കോല് പിടിച്ചതിലിരിക്കണം. എതിരാളി മുന്നേ പത്തി വീശി ചീറ്റുന്നു വേണമേ. ഹൈപ്പ് 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 കേറി. ബ്രോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഐ എം ഹാപ്പി ദാറ്റ് ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് റിയാക്ഷന് നിങ്ങളെ മുന്നിൽ വെച്ചിട്ട് ചെയ്തതിൽ ഐ എം സോ ഹാപ്പി. വിഷയം സാധനം കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഫോർ ഓൾ ദി ഹേറ്റേഴ്സ് ഔട്ട് ദെയർ, നിങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഐ ഡിഡൻറ്റ് ഗിവ് അപ്പ് ആൻഡ് ദാറ്റ്സ് വൈ ഐ എം ഹിയർ നൗ. സോ വാട്ട് ഓൾ ഐ ഹാവ്, ഞാൻ എന്തൊക്കെയാണ് നേടിയത് അതൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഫാൻസിന് മാത്രമുള്ളതാണ്. ഹേറ്റേഴ്സ് 8 അടി മാറി നിൽക്ക്, ഫാൻസിന് കൊടുക്കും ഞാൻ എന്താ പോവാ, ആ ഒരു സാധനം ഒന്നില്ലേ. ലൈക്ക് loved it man. This is a motivation track to all the rappers out there. അതായത് സ്റ്റാർട്ടിങ് ആയിട്ടുള്ള റാപ്പേഴ്സൊക്കെ കുറേ പ്രശ്നങ്ങളും തെറ്റുകളും നമുക്ക് പലർക്കും വരും. അതായത് നമ്മൾ റാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഓഡിയോ ക്വാളിറ്റി, നമ്മുടെ വോക്കൽ ക്വാളിറ്റി, നമ്മുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി, അതുപോലെ തന്നെ നമ്മുടെ അപ്ലോഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം, ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരും. ജസ്റ്റ് ഡു യുവർ സ്റ്റഫ് ആൻഡ് ബിലീവ് ഇൻ യുവർ സ്റ്റഫ്. നല്ല കമൻസ് വരുമ്പോൾ അത് കേൾക്കുക, അതിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് ഇമ്പ്രൂവ് ചെയ്യുക. ആളുകൾ നിങ്ങളെ ജഡ്ജ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ എടുക്കാൻ പറ്റുന്നത് അതെടുക്കുക, ബാക്കിയുള്ളത് ഈ ചെവിയിലെടുത്തെടുത്ത് ഈ ചെവിയിലൂടെ കളയുക. അങ്ങനെ ഫിൽട്ടർ ചെയ്തിട്ട് ലൈഫ് മുന്നോട്ട് പോവുക. ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ ഗോൾസ്, ജസ്റ്റ് ബിലീവ് ഇൻ യുവർ സെൽഫ്, ബിലീവ് ഇൻ യുവർ പ്രോഡക്റ്റ്, ബിലീവ് ഇൻ യുവർ ആർട്ട്. ബാക്കിയൊക്കെ സക്സസ്സൊക്കെ ബാക്കിൽ അങ്ങോട്ട് വരും. എന്തൊക്കെയാണെങ്കിലും സക്സസ് വൺ ഡേ സക്സസ് വരും. അത് നിങ്ങൾ തുടങ്ങേണ്ടത് ആദ്യം ഡേ 1 ആണ്. മോനെ ഞാനിത് ഓക്കെ. അപ്പം അങ്ങനെ ദിസ് ഈസ് മൈ റിയാക്ഷൻ ടു ഫെജോ ഹൈപ്പ് കയറി പ്രൊഡ്യൂസ് ബൈ ഫർസി. ആൻഡ് വീഡിയോ ഓൾസോ സോൾമാൻ വിഷയം വീഡിയോ കേട്ടോ. എനിക്ക് ആ ഒരു റണത്തിൻ്റെ റെഫറൻസ്, ആ ചീറ്റുന്ന റെഫറൻസ്, കിരീടം ചെങ്കോല് എന്ന് പറയുമ്പോൾ ത്രോണിലിരുന്നിട്ട് മറ്റേ മൈക്ക് പിടിച്ചിരിക്കുന്ന റെഫറൻസ് ഉണ്ടല്ലോ, അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, ഭയങ്കരമായിട്ട് വർക്കായി. ആൻഡ് വൺ മോർ തിങ് ടു സേ ഗൈസ്, congratulations to my brother Dexter Duke. 50k subscribers യൂട്യൂബിൽ വന്ന സ്ഥിതിക്ക് he was thinking like he wants to do something for the culture, something for the hip hop artists out there. So ഞാനും ഡെക്സ്റ്ററും കൂടെ ഒരു റാപ്പ് കോൺടെസ്റ്റ് വെക്കുന്നുണ്ട്. ലൈക്ക് ഡെക്സ്റ്റർ വിൽ ബി ഡ്രോപ്പിംഗ് a beat. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നതാണ്. പ്ലസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിലും ഹൈലൈറ്റ്സിലൊക്കെ അത് കിടക്കുന്നതാണ്. സോ ആ ബീറ്റ് ഡൗൺലോഡ് ചെയ്യുക. യു ജസ്റ്റ് ഹാവ് ടു ലൈക്ക് സ്പിറ്റ് യുവർ ബാസ് ടു ഇറ്റ്. ലൈക്ക് ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള ബെസ്റ്റ് സാധനങ്ങൾ നമ്മൾ റിയാക്ട് ചെയ്യും, നമ്മുടെ ചാനൽ റിയാക്ട് ചെയ്യും. ആൻഡ് ദ ബെസ്റ്റ് വിന്നറിനെ ഡെക്സ്റ്ററിൻ്റെ 50k സബ്സ്ക്രൈബേഴ്സ് ഉള്ള അക്കൗണ്ടിൽ ഫീച്ചർ ചെയ്യും. ലൈക്ക് ദർ വിൽ ബി എ വീഡിയോ അപ്ലോഡഡ് വിത്ത് യുവർ നെയിം, വിത്ത് യുവർ വാട്ട് എവർ യുവർ ചാനൽ ഷൗട്ട് ഔട്ട് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. സോ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഫോർ ദ ഗ്രോയിങ് ആർട്ടിസ്റ്റ് ടു ഗെറ്റ് ദ റീച്ച്, ടു ഗെറ്റ് യുവർ നെയിം ഔട്ട് ദെയർ. ഇഷ്ടമുള്ളവർ, ഇൻട്രസ്റ്റ് ഉള്ളവർ പങ്കെടുക്കുക. ആൻഡ് വിൽ ഡു ഫോർ ദ കൾച്ചർ. ജസ്റ്റ് ബിലീവ് ഇൻ യുവർ സെൽഫ്. അത്രയേ ഉള്ളൂ പറയാൻ. ബാക്കിയൊക്കെ റെഡിയാവും. പീസ്.